3 തോടാണ്. ആ സൈഡിൽ നിന്ന് ഒരു തോട് ഇങ്ങോട്ട് വരുന്നു, ഒരു തോട് അവിടെ നേരെ വരുന്നു, ഇതാ ചെറിയൊരു തോട് ഇപ്പുറത്തും. അങ്ങനെ 3 തോടുകൾ ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലം. അടിപൊളി ഒരു സ്ഥലമാണിത്. പാലക്കാട് എന്ന് പറയുമ്പോൾ കിഴക്കൻ പാലക്കാടും കൊല്ലങ്കോടും ഒക്കെയാണ് എല്ലാവരും മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, കൂറ്റനാടും ഭാവന്നൂരും തൃത്താലയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ്. അതുപോലൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, നല്ലൊരു തോടുണ്ട്. ആ തോട് ഇപ്പോൾ നന്നായിട്ട് വെള്ളം നിറഞ്ഞ് നന്നായിട്ട് ഭംഗിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചില സമയത്തിൻ്റെയൊക്കെ ആനനൊക്കെ വന്ന് കുളിപ്പിക്കാറുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, പാലക്കാട് ജില്ല കേരളത്തിൽ വളരെ മനോഹരമായ ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. കിഴക്കൻ പാലക്കാട് പോലെ മനോഹരം തന്നെയാണ് പടിഞ്ഞാറൻ പാലക്കാടും. തൃത്താല, ഭാരതപ്പുഴയും കൂറ്റനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൂറ്റനാട് തൃത്താല ഭാഗത്തെ ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ കുറച്ച് ഗ്രാമക്കാഴ്ചകളിലൂടെ നിന്ന് പോവുകയാണ്. ഓക്കെ, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൂറ്റനാടിൻ്റെ കുറച്ച് ഗ്രാമക്കാഴ്ചകളിലൂടെ നീങ്ങുകയാണ്. നമ്മൾ അതിനോട് ഉപയോഗിക്കുന്ന നമ്മുടെ വണ്ടി മഹീന്ദ്ര 500D ആണ്. മഹീന്ദ്ര 500D ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഡീസൽ ജീപ്പാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ നമ്മുടെ വാഹനമായിട്ട് ഇവനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് കറങ്ങാണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ കൂറ്റനാട് കോമംഗലം പ്രദേശമാണ്. കൂറ്റനാട് കോമംഗലം പ്രദേശത്തെ മനോഹരമായ നെൽവേലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനടുത്ത് തന്നെ നല്ല തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ദൂരെ മലനിരകളും ഒക്കെ കാണാം. ഇപ്പോഴതേ കോമംഗലത്തു നിന്ന് വടക്കേവാനൂർക്ക് പോണ റോഡിലാണ്. ഗംഭീര ഒരു മൈൻ്റെ കരച്ചിലാണ് കേട്ടത്. അപ്പോൾ ആ റോഡിൽ നല്ലൊരു തോടുണ്ട്. ആ തോട് ഇപ്പോൾ നന്നായിട്ട് വെള്ളം നിറഞ്ഞ് നന്നായിട്ട് ഭംഗിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചില സമയത്തിൻ്റെയൊക്കെ ആനനൊക്കെ വന്ന് കുളിപ്പിക്കാറുണ്ട് കേട്ടോ. കൂറ്റനാടിൻ്റെ 2-3 ആനകളുണ്ടായിരുന്നു. അവയൊക്കെ ഇവിടെ വന്ന് കൊണ്ട് കുളിപ്പിച്ചായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തും ആനയൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ മനോഹരമായ റോഡാണ് ഇപ്പോൾ കാണുന്നത്. വണ്ടി നമ്മളിവിടെ ദൂരമായിട്ടുണ്ട്. എന്താ ഇവിടെ കുറച്ചപ്പുറമായിട്ട് തോട്, 3 തോടുകൾ ഒന്നിച്ച് വന്ന് ചേരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ കാഴ്ച കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തോടിൻ്റെ വരമ്പിൽ കൂടെ പോകണം. ഇവിടെ തുമ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഓണക്കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓണക്കാലൊക്കെ അടുത്ത് വരാമല്ലോ. തുമ്പൊക്കെ അങ്ങനെ തോട്ടുപറമ്പിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മനോഹരമായ തോടും നമ്മുടെ ഈ നെൽവേലൊക്കെയാണ്. തോട് ഇവിടെ 3 എണ്ണമാണ് കേട്ടോ. 3 തോട് ഒന്നിച്ച് വന്നിട്ട് ചേരുകയാണ്. ദൂരെ നല്ല മലനിരകളാണ് കാണാനുള്ളത്. തെങ്ങ്, തോടിൻ്റെ പറയുമ്പോൾ തെങ്ങ് നിൽക്കണം. അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കൂറ്റനാട് കോമംഗലമാണ്. കോമംഗലം കൂറ്റനാട്. അവിടെ പശുക്കളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. ഒരു പശു ഇവിടെ തൊട്ടടുത്തുണ്ട്. എന്താ ഇപ്പം കാണാം. 3 തോടാണ്. ആ സൈഡിൽ നിന്ന് ഒരു തോട് ഇങ്ങോട്ട് വരുന്നു, ഒരു തോട് അവിടെ നേരെ വരുന്നു, ഇതാ ചെറിയൊരു തോട് ഇപ്പുറത്തും. അങ്ങനെ 3 തോടുകൾ ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലം. അടിപൊളി ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ചിലപ്പോൾ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രദേശത്ത്. കണ്ടോ, ഇവിടെ നല്ലൊരു ഈ ചെങ്കലിൻ്റെ കെട്ടാണ്. ചീങ്കണ്ണിപ്പാറയുടെ നല്ല കെട്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു തോട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, വേറെ തോട് ഈ ഭാഗത്ത് നിന്ന് വരുന്നു. എന്താ ഇവിടെ നിന്നൊരു തോട്. 3 തോടുകൾ വന്ന് ചേരുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച. ഈ തോട് കൊണ്ട് കിടക്കാൻ ഒരു കരിങ്കല്ലിൻ്റെ വലിയൊരു പീസാണ് വെച്ചിട്ടുള്ളത്. കൊത്തിയെടുത്ത കരിങ്കല്ലിൻ്റെ പീസ്. അടിപൊളി ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ യാത്രകളിലേക്ക് മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ,
നമ്മളപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് 100 മീറ്റർ ആയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് ഇവിടെ വേറൊരു തോടും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു തോട് പോവാണ്. നമ്മൾ കുറച്ച് മുമ്പ് അവിടെ നിന്ന് കണ്ടത് ഇതിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. ഓക്കെ, നല്ലൊരു പുൽമേട് പോലെ നിൽക്കുന്ന പ്രദേശം നെൽവയലാണ്. പക്ഷേ കൃഷി ചെയ്യാത്തതുകൊണ്ട് പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളതേ ബാവന്നൂരിൽ നിന്ന് വടക്കാവന്നൂരിലേക്ക് പോകുന്ന ചെറിയ റോഡിലാണ്. നല്ലൊരു ഗ്രാമീണ റോഡാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ശ്രീ കൊട്ടിലിക്കൽ അഗസ്ത്യമഹാകാളൻ ക്ഷേത്രം. അപ്പോൾ നല്ലൊരു ക്ഷേത്രമാണ്, പാടത്തിൻ്റെ നടുക്ക് നിൽക്കുന്നൊരു ക്ഷേത്രം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ നെൽവയലിൽ ചെറുതായിട്ട് ഞാറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നെൽവയലിൻ്റെ നടുക്കൂടുള്ള റോഡിൽ കൂടെ ഉണ്ട് പോകണം. അപ്പോൾ അതിൻ്റെ കാഴ്ചയിൽ കാണാം. ഓക്കെ, നമ്മളുടെ കൊട്ടിലിക്കൽ അസുരമഹാകാളൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഗ്രാമാന്തരീക്ഷത്തിലുള്ള നല്ലൊരു ക്ഷേത്രമാണ് കൊട്ടിലിക്കൽ അസുരമഹാകാളൻ ക്ഷേത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂറ്റനാടിൻ്റെ ബാവന്നൂരിൻ്റെ തൃത്താലയുടെ ഗ്രാമക്കാഴ്ചകളിലൂടെ കടന്നു പോകണം. ഓക്കെ, ക്ഷേത്രം പാടത്തിൻ്റെ കരയിലാണ്. നല്ലൊരു ആൽമരമുണ്ട് കേട്ടോ. ആൽമരത്തിൽ നല്ല ഭംഗിയിൽ തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല പാടം തന്നെയാണ്, അടിപൊളി. നല്ല പാടശേഖരത്തിന് നടുക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഗംഭീര പാടശേഖരം. ദൂരെ കണ്ണെത്താ ദൂരത്തോറുണ്ട്. ദൂരെ ഒരു മല നിൽക്കുന്നു. അടിപൊളി നല്ല ഗ്രാമക്കാഴ്ചയിൽ കൂടി ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. കുറച്ചൊന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ വീണ്ടും പാടത്തേക്ക് തന്നെ ഇറങ്ങും.
നമ്മൾ കോയങ്കാവ് അമ്പലത്തിന് മുമ്പിൽ എത്തിക്കുക കേട്ടോ. ഇത് പാടത്തിൻ്റെ നടുക്കുള്ള വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ്. നല്ല മനോഹരമായ പാടം തന്നെ നമുക്ക് ചുറ്റുമുള്ളത് കേട്ടോ. അടിപൊളി കാഴ്ചകളിലേക്ക് നമ്മളിന്ന് പോവാണ്. അടിപൊളി നല്ല ഭംഗിയുള്ള നല്ലൊരു അമ്പലമാണ് കോയങ്കാവ് ഭഗവതി ക്ഷേത്രം. നമ്മളിപ്പോൾ അതിൻ്റെ പരിസരത്താണുള്ളത്. ഈ പാടത്തിൻ്റെ നടുക്ക് നല്ല റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ അതും നല്ല ഭംഗിയുള്ളൊരു പാടം. ഓക്കെ, നമ്മളിപ്പോൾ ആ കോയങ്കാവ് അമ്പലത്തിൻ്റെ സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് എന്ന് പറയുമ്പോൾ കിഴക്കൻ പാലക്കാടും കൊല്ലങ്കോടും ഒക്കെയാണ് എല്ലാവരും മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, അത് ഈ കൂറ്റനാടും ഭാവന്നൂരും തൃത്താലയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ്. അതുപോലൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, നമ്മൾ കൂറ്റനാടിനടുത്തുള്ള കോയങ്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നു. നമ്മുടെ പാടത്തിൻ്റെ നടുവിലുള്ള റോഡിൽ കൂടെ രണ്ട് കുട്ടികൾ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല ഒരു കാഴ്ചയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോയങ്കാവ് ഭഗവതി ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമാണ് എങ്കിലും വളരെ നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് ഉള്ള ക്ഷേത്രമാണ് കോയങ്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ നല്ല പൂരമൊക്കെ ഉണ്ടാവാറുണ്ട്. പൂരത്തിനൊക്കെ നമ്മൾ വരാറുള്ളതാണ്. ഇതുണ്ട മനോഹരമായ പാടത്തിന് നടുക്കുള്ള ഒരു ക്ഷേത്രം. പാടത്തിന് നടുക്കുള്ള മനോഹരമായ റോഡ്, നല്ല പച്ചപ്പ് നിറഞ്ഞ പാടാണ്. ഫ്രണ്ട്സ്, നമ്മൾ കോയങ്കാവ് അമ്പലത്തിനടുത്തുള്ള അമ്പലത്തിൻ്റെ കുളം ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ കുളം നല്ല ചെറിയൊരു കുളമാണ് എങ്കിലും ഭംഗിയുള്ള ഒരു കുളമാണിത്. ആ കുളത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പാടത്തിനോട് ചേർന്നാണ് കുളമുള്ളത്. ദൂരെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൗലത്ത് ക്ഷേത്രമാണ് കേട്ടോ. അവിടെ നല്ല ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഭാവന്നൂരിൽ നിന്ന് മുന്നോട്ട് നീങ്ങി നമ്മൾ കോയങ്കാവ് അമ്പലത്തിനടുത്ത് എത്തി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൗലത്ത് ക്ഷേത്രം. അപ്പോൾ പൗലത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇതും പാടത്തിൻ്റെ നടുക്കുള്ള മനോഹരമായൊരു ക്ഷേത്രമാണ്. കണ്ടില്ലേ, ചെങ്കല്ലുകൊണ്ട് കെട്ടിയ ഓടി മഞ്ഞ ഒരു ബിൽഡിങ്. ഈ മതിലിൻ്റെ അപ്പുറത്ത് കുളമാണ്, ക്ഷേത്രത്തിൻ്റെ കുളമാണ്. നമ്മൾ കുളത്തിലേക്കൊന്നും പോകുന്നില്ല. ക്ഷേത്രം നമുക്ക് ദൂരെ നിന്ന് കണ്ടു. ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി ചെമ്മണ്ണ് ഉള്ള വഴിയാണ്, ടാറിയാത്ത നല്ല ഭംഗിയുള്ളൊരു വഴി. നല്ല മനോഹരമായ പാടത്തിന് നടുക്ക് നിൽക്കുന്ന അടിപൊളി നല്ല കാഴ്ച ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോഴേ കോമംഗലം പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കളിക്കളുണ്ടല്ലോ, ഇത് വലിയൊരു നെൽവയലാണ്. നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കണമെന്ന് മാത്രം. ഇവിടെ ഇത് വലിയ ഒരു വിഭാഗം കുട്ടികളെ കളിക്കളം കൂടിയാണ് കേട്ടോ. അവർ ക്രിക്കറ്റും ഒക്കെ ആയിട്ട് ചില ദിവസം ഞായറാഴ്ച രാവിലെയൊക്കെ ആണെങ്കിലും ഉച്ച വരെ ഗംഭീര കളിയായിരിക്കും. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ കോട്ടനാട് ഭാഗത്തേക്ക് പോകാം കേട്ടോ. കോട്ടനാട് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ മനോഹരമായ പൂവത്രക്കുളം കാണുകയാണ്. ഇതാണ് പൂവത്രക്കുളം. റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള നല്ലൊരു കുളമാണ്. ചെറുതാണ് എങ്കിൽ പോലും മനോഹരമാണ്. നിറയെ കുട്ടികളൊക്കെ വരുന്നതാണ്. ഹായ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗ്രാമക്കാഴ്ചയുടെ ഭാഗമാണ്. പിള്ളേരൊക്കെ വന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ് പാടത്ത്. വൈകുന്നേരത്തെ അവരെ സായാഹ്നം ആസ്വദിക്കുകയാണ്. ഹലോ, ആ എന്തൊക്കെയുണ്ട്? എവിടെ? അപ്പോൾ നിറയെ ആളുകളുണ്ട്. ഓക്കെ. ആ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളേ ഇവിടുത്തെ മനോഹരമായ മറ്റൊരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചേനാട്ടുകുളമാണ്. ചേനാട്ടുകുളത്തിൽ സാധാരണത്തിൽ നിറയെ ആളുകളാണ് വന്നു ചേരുക. ഓക്കെ, അപ്പോൾ നല്ലൊരു മനോഹരമായ കുളം കൂടി നമുക്ക് കാണാം. നിറയെ വണ്ടികളൊക്കെ ഉണ്ട്, നിറയെ ആളുകളുണ്ട്. അടിപൊളി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേനാട്ടുകുളം വലിയൊരു പാടശേഖരത്തിൻ്റെ ഓരത്തായിട്ടാണ് ചേനാട്ടുകുളം ഉള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഗംഭീര പാടാണ്. പാടത്തിൻ്റെ നടുക്കൂടെ റോഡ് അടിപൊളി. നല്ല കാഴ്ചയാണ്. ഇവിടെ നിറയെ പിള്ളേരും ആൾക്കാരൊക്കെ ഉണ്ട്. ഓ, എന്ത്? ആ വ്ളോഗാണ്. ഞാൻ പാലക്കാടൻ ഗ്രീൻ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, തൃത്താല പഞ്ചായത്തിലാണ് നമ്മുടെ ചേനാട്ടുകുളം ഉള്ളത്. ഇതിൻ്റെ മനോഹാരിത കൊണ്ട് നിരവധി ആളുകളാണ് ഈ കുളം കാണാൻ എത്തുക. നിരവധി കുട്ടികളും ആളുകളൊക്കെ വന്നിവിടെ നീന്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മഴക്കാലത്ത് ഇതൊന്ന് മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.